ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ കിച്ചണിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. ഇന്നലെ രാത്രി ഫുള്ള് നല്ല മഴയായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെയും അതിൻ്റെ ചെറിയ ചാറ്റലായിട്ടുള്ള മഴയൊക്കെ പുറത്ത് കാണുന്നുണ്ട് കേട്ടോ. ചാറ്റൽ മഴയാണേ. അപ്പോൾ പാത്തുപോൾ അവിടെ നിന്ന് പുറത്ത് നിന്ന് മഴ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇന്ന് ഓണം ആയതുകൊണ്ട് തന്നെ ഈ പിള്ളേരൊക്കെ ഈ ചെണ്ടക്കൊട്ടും മദ്ദളവും അങ്ങനെയായിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കാണാനും വേണ്ടിയിട്ടാണ് അവൾ പുറത്ത് പോയി നിൽക്കുന്നത്. അപ്പോൾ രാവിലെ അയല മീൻ കൊണ്ടുവന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. തോരത്തിനായിട്ട് വീട്ടിൻ്റെ പുറത്ത് പപ്പയ്ക്ക നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനെ തട്ടിക്കൂട്ടി ഒരു തോരനാക്കാമെന്ന് വെച്ചിട്ട് ഫ്രിഡ്ജിൽ നോക്കുമ്പോൾ പച്ചക്കറികളൊന്നും ഇല്ല. അപ്പോൾ പിന്നെ പപ്പായ ഉണ്ടെങ്കിൽ പപ്പായ ഒരു തോരൻ വെക്കാമെന്ന് വെച്ചിട്ട് പോയി പപ്പായ പറിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതുകൊണ്ടോ ഇത്രയും വലിപ്പത്തിലുള്ള പപ്പായയാണ് കേട്ടോ. അപ്പോൾ ഇതിനെ മുറിച്ചെടുത്തിട്ട് ഞാൻ അങ്ങനെ പോവുകയാണ്. അപ്പോൾ പാത്തു അവിടെ എന്നെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ പിള്ളേരെല്ലാം വന്നിട്ടുണ്ട്. മദ്ദളവും അതും ഇതെല്ലാം കൊട്ടിക്കഴിഞ്ഞ് പോയി. അപ്പോൾ ഞാൻ ചായക്കൊക്കെ വെച്ച് ചായയിലെല്ലാം കഴിഞ്ഞ് രാവിലത്തേക്ക് പിന്നെ റവ ഇരുന്നു. അപ്പോൾ ഞാൻ വെച്ച് ഉപ്മാവ് ഉണ്ടാക്കാമെന്ന് വെച്ചാൽ അങ്ങനെ ഉപ്മാവ് ഉണ്ടാക്കാനായിട്ട് റവ എടുത്തു. അപ്പോൾ രാവിലത്തെ കാപ്പിയിൽ നിന്ന് ഉപ്മാവാണ് കേട്ടോ. പാത്തു അപ്പോൾ എൻ്റെ ഒപ്പം വന്ന് തന്നെ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്നതൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ ഞാൻ ഉപ്പാവാക്കി പെട്ടെന്ന് തന്നെ ആക്കി. പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പപ്പായ ഞാനവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നേ. അരിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കൊത്തിയരിയാനൊക്കെ ഭയങ്കര മടിയാണ്. അങ്ങനെ കഞ്ഞിക്ക് വെള്ളം ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഞാൻ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഒന്ന് വറുത്ത് വെക്കുകയാണ്. വറുത്തരച്ച് മീൻകറി വെക്കാനായിട്ടാണ്. അയലയല്ലേ. അങ്ങനെ പിന്നെ പപ്പായ എല്ലാം കൊത്തിയരിഞ്ഞിട്ട് ഞാൻ മിക്സിയിൽ അടിച്ചെടുക്കുന്നു കേട്ടോ. കാര്യം ഈ കൊത്തിയരിയിൽ ഭയങ്കര പാടാണ്. മിക്സിയിൽ അടിച്ചിട്ട് പെട്ടെന്ന് തന്നെ ചതഞ്ഞ് കിട്ടും. പിന്നെ അതിന് വേണ്ടിയിട്ട് മീൻകറിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ എല്ലാം കൂടി അരച്ചെടുത്തിട്ട് മീൻകറിക്കുള്ള കാര്യങ്ങൾ അടുപ്പിൽ വയ്ക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മീൻ കറി ആക്കാൻ വേണ്ടിയിട്ട് എല്ലാം അടുപ്പിൽ വെച്ച് അതിൻ്റെ അരപ്പെല്ലാം വെച്ച് എല്ലാം ഓക്കെ ആക്കി മീൻകറിയെല്ലാം വെച്ച് അങ്ങനെ മീൻകറിയെല്ലാം ഇങ്ങനെ തിളച്ച് വന്നിട്ടുണ്ട്. അടുത്തതിലോട്ട് ഞാൻ എന്തായാലും തോരത്തിന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പപ്പായ തോരൻ റെഡിയായി വരുന്നുണ്ട്. പിന്നെ അടുത്ത വെച്ചാൽ ഞാൻ മീൻ വെട്ടാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അവിടെ മീൻകറി തിള വരുമ്പോഴത്തേക്കും മീൻ വെട്ടിയിട്ട് കൊണ്ടിടാനുള്ളതിനാണ്. അങ്ങനെ കയറിയപ്പോഴത്തേക്കും ചെറിയ തിളയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ മീൻ വെട്ടി അതിനകത്ത് പിന്നെ കുറച്ച് മീൻ വെട്ടി ഞാൻ ഫ്രൈ ചെയ്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ.